ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രസിദ്ധമായ കുപ്രസിദ്ധമായ സുമതി വളവ് എന്ന സ്ഥലത്താണ്. ഇപ്പോഴത്തെ സുമതി വളവിൻ്റെ നേർക്കാഴ്ച നിങ്ങളെ ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുവരെ ഇവിടെ വന്നിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. തിരുവനന്തപുരത്തു നിന്ന് 34 കിലോമീറ്റർ വന്നാൽ പാലോടെന്ന മലയോര ഗ്രാമത്തിലെത്തും. അവിടെ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സുമതി വളവ് എന്ന ഈ കുപ്രസിദ്ധമായ സ്ഥലത്ത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുട്ടിക്കാലത്ത് ഞാൻ ഇതുവഴി വരുമ്പോൾ റോഡിന് ഇരുവശവും ഈളക്കാടുകൾ കൊണ്ട് മൂടിയ ഒരു ഇടുങ്ങിയ റോഡായിരുന്നു ഇത്. പാലോട് നിന്നും വനത്തിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. പരതന്നൂരിനും പാലോടിനും മധ്യേ 70 വർഷങ്ങൾക്ക് മുമ്പ് കാമുകന്റെ ചതിയാൽ സുമതിയുടെ ജീവൻ നഷ്ടമായി. സുമതി എന്ന 22കാരിയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. 1953 ജനുവരി 27-നാണ് ഇവിടുത്തെ കൊടുംവളവിൽ കാമുകന്റെ ചതിയാൽ ഗർഭിണിയായ സുമതിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സുമതിയുടെ ആത്മാവ് ഗതി കിട്ടാതെ അലഞ്ഞിരുന്നു എന്ന് ധാരാളം കഥകളും അന്ന് പ്രചരിച്ചു. 50 വർഷങ്ങൾക്ക് മുമ്പേ ഇതുവഴിയുള്ള ഒരു സ്ഥിരം യാത്രക്കാരനാണ് ഞാൻ. അന്നൊക്കെ ഈ പ്രദേശം ഇരുൾ മൂടിയ, കണ്ടാൽ തന്നെ ഭയാനകമായ ഒരു സ്ഥലമായി തോന്നുമായിരുന്നു. അന്നൊക്കെ പട്ടാപ്പകൽ പോലും ഇതുവഴി പോകുന്ന വാഹനങ്ങൾ തനിയെ ഓഫാവുക, ലൈറ്റുകൾ അണയുക, ടയറുകൾ പഞ്ചറാവുക, അങ്ങനെ കഥകൾ പ്രചരിച്ചു. ഇതിന്റെ പുറകിൽ സാമൂഹ്യ വിരുദ്ധർ മോഷണം, പിടിച്ചുപറി തുടങ്ങിയ കുറ്റകൃത്യങ്ങളും അരങ്ങേറി. ഇന്ന് കാണുന്ന റോഡിന്റെ പകുതി വീതി മാത്രമേ അന്ന് ഈ റോഡിനുണ്ടായിരുന്നുള്ളൂ. 2 വശത്തു നിന്നും വാഹനങ്ങൾ വന്നാൽ വളവിന്റെ ഒത്ത നടുക്ക് വരുമ്പോൾ മാത്രമേ തമ്മിൽ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ന് സ്ഥിതിയാകെ മാറി. സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു. പാങ്ങോട് പഞ്ചായത്ത് ശക്തമായി ഇടപെട്ടു. എല്ലായിടത്തും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചു, CCTV സ്ഥാപിച്ചു. കഷ്ടമെന്ന് പറയട്ടെ, ഇപ്പോൾ യക്ഷിക്കും രക്ഷയില്ല. സുമതിയെ കാണാനേയില്ല. ഇപ്പോൾ ഇവിടെ ആർക്കും ഏത് രാത്രിയിലും ഭയപ്പാടില്ലാതെ ഇതുവഴി കടന്നു പോകാം.